കർണാടകത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ആനക്കൽ. ബാംഗ്ലൂരിനോട് ചേർന്ന് കിടക്കുന്ന, ബാംഗ്ലൂരിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആനക്കൽ ഡിസ്ട്രിക്ട്. ഇത് ബാംഗ്ലൂർ സൗത്തിലാണ്. ഇത് ഹൊസൂർ, തളി ഈ ഭാഗത്തിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ്. തമിഴ്നാടിൻ്റെ ഒക്കെ ബോർഡറായിട്ട് വരും. വളരെ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. എല്ലാതരം ഭാഷക്കാരുമുള്ള, അത്യാവശ്യം നന്നായിട്ട് പുരോഗമിച്ചിട്ടുള്ള ഒരു ചെറിയ പട്ടണമാണ് ആനക്കൽ. ഇതിവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇവിടുത്തെ ആനക്കൽ ബസ് സ്റ്റോപ്പ്. BMTC, KSRTC. ഇവിടുന്ന് ഹൊസൂർ, തളി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് KSRTC പോകുന്നുണ്ട്. ഇവിടുന്ന് മാർക്കറ്റിലേക്ക് മെജസ്റ്റിക്കൊക്കെ കണക്റ്റഡ് ബസ്സസ് ഉണ്ട്. പിന്നെ ആനക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ ആനക്കൽ ദസറ ഭയങ്കര പ്രശസ്തമാണ്. ഇവിടെ മൈസൂർ ദസറ പോലെ ഇവിടെ ആനക്കൽ ദസറ വർഷത്തിലൊരിക്കൽ വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്ന ഒരാഘോഷമാണത്. പ്രശസ്തമായ ഒരു ശ്രീരാമൻ്റെ ഒരു അമ്പലമാണ്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഉള്ളൊരു നല്ലൊരു അമ്പലമാണത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഈ സിറ്റി കുറേ ഇതുണ്ട്, വൺ വേ കുറേ ഉണ്ട്. അപ്പോൾ കുറച്ചിങ്ങനെ തിരിഞ്ഞിട്ട് വേണം നമ്മൾ. ചന്താപുരം റോട്ടിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആനക്കല്ലിൽ നിന്ന് ചന്താപുരം റോട്ടിലേക്ക്. ഇവിടുത്തെ തിയേറ്ററാണ് അന്നപൂർണേശ്വരി തിയേറ്റർ. ഞാനിങ്ങനെ വൺ വേ കാരണം നമ്മളിങ്ങനെ കുറച്ച് വളഞ്ഞ് പിന്നെ ചൗദാറെഡ്ഡി സർക്കിളിൽ പോയി അവിടെ നിന്ന് ഇങ്ങനെ ചന്താപുരം റോട്ടിലേക്ക് പോവുക ചെയ്യാൻ. കച്ചവടക്കാരുടെ കേന്ദ്രമാണ്. ഇവിടെ കിട്ടാത്തതായിട്ടൊരു സാധനങ്ങളും ഇല്ല എന്ന് പറയാം. തുണികളും വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, പിന്നെ കൃഷി ആവശ്യത്തിന്, ബിൽഡിങ് പണിയാൻ എല്ലാ തരം കച്ചവടക്കാരുണ്ട് ഇവിടെ. ഇവിടുന്ന് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സർക്കിളുണ്ട്. ഈ സർക്കിളിൽ നിന്ന് റോഡ് 3ആയിട്ട് പോകും. ഒന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്തിവരയ്ക്ക് പോകും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇടതോട്ട് തിരിഞ്ഞാലാണ് ചന്താപുരം റോഡ് പോകുന്നത്. നമ്മൾ ചന്താപുരം റോഡിൽ കയറി. ഈ റോഡ് ഇനി ഒറ്റ റോഡാണ്. അത് നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എത്തുന്നത് ചന്താപുരത്തിലേക്കാണ്. നമ്മളിന്ന് ചന്താപുരത്തിൻ്റെ ഒരു നല്ലൊരു പകുതി കവർ ചെയ്യും ഈ വീഡിയോയിൽ. കുറേ ദൂരം പോകും നമ്മൾ. ചന്താപുരം റൂട്ടിൽ കുറേ ദൂരം പോകും. ചന്താപുരം വരെ പോവില്ല, ഒരു പകുതി ദൂരം പോകും. അമ്പലങ്ങളുടെ ഒരു സർക്കിളാണ്. ഇവിടെ കുറേ അമ്പലങ്ങൾ. അയ്യപ്പൻ്റെ ഒരു അമ്പലം വലതുഭാഗത്ത്, പിന്നെ നവഗ്രഹങ്ങൾ, ഒരു ഹനുമാൻ്റെ ചെറിയൊരു അമ്പലം
അതേപോലെ ഇതായത് നോക്കൂ, ഇത് അങ്ങനെ നമ്മൾ നവഗ്രഹത്തിന് അങ്ങനെ ചുറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നവഗ്രഹം അങ്ങേപ്പുറത്തെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, അത് പ്രശസ്തമാണ്. ആനക്കല്ല് അയ്യപ്പൻ്റെ അമ്പലം വളരെ വളരെ പഴയ അമ്പലമാണ്. അത് ഇതിങ്ങനെ പോയിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ നേരെ ഇങ്ങനെ പോയാൽ റോഡ് ഇപ്പോൾ ഡബിൾ റോഡായി. അതായത് അങ്ങോട്ട് പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡിവൈഡറൊക്കെ ആയിട്ട് ഡബിൾ റോഡായി. ഇനി കുറേ ദൂരം ഡബിൾ റോഡാണ് ഈ റോഡ്. ഈ റോഡിൻ്റെ അറ്റം വരെ അങ്ങനെയല്ല, കുറേ കഴിഞ്ഞ് വീണ്ടും സിംഗിൾ റോഡാകും. പക്ഷേ ഇത് നല്ലൊരു പകുതി വരെ ഡബിൾ റോഡായിട്ട് സൗകര്യപ്രദമായ ഒരു റോഡാണ്. ഇതിപ്പോൾ നമ്മൾ 2025 വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഇപ്പം ഇങ്ങനെ കുറച്ച് കൃഷിയുടെ പാടവും ബിൽഡിങ്ങുകളും അങ്ങനെ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. കൃഷി സ്ഥലങ്ങളും കാണാം, പൂവിൻ്റെ പാടങ്ങളൊക്കെ ഉണ്ടാവും നടുവിൽ. അതിനോട് ചേർന്ന് ഇങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ, വീടുകൾ, ഇങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഇവിടെ വളരെ അധികം ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു സ്ഥലമാണ്. അതായത് ഇന്ന് കാണുന്ന ഒരു സ്ഥലമായിരിക്കില്ല നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. അത്രയും പുതിയ ബിൽഡിങ്ങുകളും കമ്പനികളും പലതും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോട്ടിൽ. നമ്മൾ കുറച്ചുകൂടി ദൂരം മുന്നിലേക്ക് പോയാലാണ് ഇവിടുത്തെ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടെ വളരെ പ്രശസ്തമായ അലയൻസ് യൂണിവേഴ്സിറ്റി, അതിവിടെ വലത് ഭാഗത്ത് കാണാം. അലയൻസ് യൂണിവേഴ്സിറ്റിയുടെ ബസ് സ്റ്റോപ്പാണിത്. കാണുന്നത് ഇവിടെ ഈ പരിസരമൊക്കെ അലയൻസിൻ്റെ ഇതാണ്. ഇവിടുന്ന് ഇനി നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നിലേക്ക് പോകുമ്പോൾ കുറച്ച് ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. അത് പൂപ്പാടങ്ങളും പിന്നെ അവിടെയുണ്ട് ഈ ലേഔട്ടുകളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെ. ഇനി നിങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ കുറച്ച് നല്ല നല്ല ലേഔട്ടുകൾ കാണാം. ഈ ഭാഗത്ത് ഇടത് ഭാഗത്ത് പുതിയതായി വന്നിട്ടുള്ള ലേഔട്ടുകൾ, അപ്പം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള പുതിയ കുറേ ലേഔട്ടുകളുണ്ട് ഇടത് ഭാഗത്ത്. അപ്പോൾ ആനക്കല്ലിൽ നിന്ന് ചന്താപുര റൂട്ടിലുള്ള ഈ വീഡിയോ പകുതിയിൽ ഇവിടെ അവസാനിപ്പിക്കുക. കാരണം നമ്മുടെ ഇതേ ചാനലിൽ മറ്റൊരു വീഡിയോ ഉണ്ട്, ചന്താപുരത്ത് നിന്ന് നമ്മുടെ ആനക്കലിക്ക് വരുന്ന ഇത്രയും ദൂരം. അപ്പോൾ രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് റോഡ് കിട്ടും.